Hi guys, I'm Sruthykarthikeyan. Welcome back to our channel. Lockdown ഇങ്ങനെ പോവല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇതുവരെ ജീവിതത്തിൽ കഴിക്കാത്തതും അല്ലെങ്കിൽ പുറത്തുനിന്ന് മാത്രം കടയിൽ നിന്ന് മാത്രം കഴിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഒരു ലോക്ക്ഡൗൺ ഫസ്റ്റ് ടൈം കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് അതാണ് ഇനി നമ്മൾ തുടർന്നുള്ള എപ്പിസോഡ്സിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവരും കഴിച്ചിട്ടുള്ളതും എല്ലാവരും ചിലപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതാണ് ഇത്. അപ്പോൾ പിസയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിസ ഓവനില്ലാണ്ട് ഉരുളിയിൽ എങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മൾ നോക്കുന്നത്. ഉരുളി മാത്രമല്ല, നമ്മളൊരു സഹായിനെ വിളിക്കുന്നുണ്ട്, ഒരു ദോശക്കല്ലിനെ. അപ്പോൾ ദോശക്കല്ലിൻ്റെ സഹായത്തോടെ ഉരുളിയിൽ എങ്ങനെ നമുക്ക് പിസ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് പറയാം. അപ്പോൾ നമുക്ക് പിസയ്ക്കുള്ള ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ഇളം ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂട് പാടില്ല, ജസ്റ്റ് കൈയൊക്കെ തൊട്ടാൽ നമുക്ക് പറ്റുന്ന ഒരു ചൂടില്ലേ, അത് മതി കേട്ടോ. ആ വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, കാലില്ല അതിലും കുറവാണ്, ആ കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈസ്റ്റും ഇട്ട് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ ഈസ്റ്റും കൂടി ഇട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അത് പൊങ്ങി വന്നോളൂ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഫെർമെൻ്റ് ആവണ നേരത്ത് നമുക്ക് നമ്മുടെ പിസയുടെ മാവൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിടയിൽ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർക്കാം. ഇത് ചേർത്താൽ ആ ഡോ ഒരു വെന്തൊക്കെ വരുമ്പോഴേ ഒരു ബട്ടർ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് ഈ റെസിപ്പി എനിക്ക് ടിപ്പൊക്കെ പറഞ്ഞു തന്നത്. അഞ്ജലിയുടെ ഹസ്ബൻഡ് റെനീഷ്, ആളൊരു ഷെഫാണ്. അപ്പോൾ ഷെഫിൻ്റെ വാക്ക് നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ് ബെസ്റ്റ്, അതില്ലെങ്കിൽ ഇതായാലും മതി. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, അതായത് നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ആദ്യം ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പതുക്കെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് മിക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് എത്രയാണെന്ന് പറയാം. ഇതിപ്പോൾ ഇത്തിരി സ്റ്റിക്കി ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല. കുറച്ച് ഇതൊന്ന് പൊങ്ങി വരുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക, നല്ല മയം വരാൻ വേണ്ടിയിട്ട്. അകത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. പിന്നെ ഭയങ്കരമായിട്ട് കയ്യിലൊട്ടുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് കയ്യിലാക്കിയിട്ട് ആക്കിയാൽ അത് ഒട്ടലാൻ നിൽക്കും. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ അങ്ങനെ തടവുക. എണ്ണ തടവിയിട്ട് നമുക്ക് ആ ഡോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമുക്കിനി ഡോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ടോ ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. ഒരു 1 മണിക്കൂർ. ഇതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിലാക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന്. ഈ ഡോ ഇനി 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് മൂടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ ഒരു നനഞ്ഞ തുണി വെച്ച് ഇതിനെ മൂടി വയ്ക്കുകയാണ് 1.5 മണിക്കൂർ. അപ്പോൾ ഇത് പൊങ്ങി വരും നന്നായിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ പിസയുടെ ഡോ ശരിയാവുന്ന റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സോസ് റെഡിയാക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിങ്സൊക്കെ. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പിസയ്ക്കുള്ള സോസാണ് റെഡിയാക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ച് വെള്ളത്തിൽ ഇത് വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലി കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രോസ് വരയിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിതൊന്ന് പുഴുങ്ങാം. അപ്പോൾ നമ്മുടെ സോസ് തയ്യാറാക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ പോയി വെന്തിട്ടുണ്ട്. നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി
ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ചെറിയ കഷ്ണം സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇട്ടു. കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരീനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊരു 10 മിനിറ്റ് ഇളക്കിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പഞ്ചസാര ഇടുന്നില്ല കേട്ടോ. പഞ്ചസാര ഇട്ടാൽ ചിലപ്പോൾ അത് ഒരു കെച്ചപ്പ് പോലെയും, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒറിഗാനോ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും, ഒരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടും. കുറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം ഒരു 10 മിനിറ്റ്. ഇനി നമുക്ക് ഈ പിസയുടെ മുകളിൽ ഇടാനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ഉള്ള ഒരു 6 ബോൺലെസ് ചിക്കനെ കുരുന്ന് എരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ അരച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കാണുമ്പോഴേ അറിയാം. ഇതിപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് 1.5 മണിക്കൂർ, തണുത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ വയ്ക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ചൂട്, നല്ല വാമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഉള്ളിലേക്ക് പരത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിതിനെ 2ആയിട്ട് മുറിക്കാം. 2 പീസൊക്കെയുള്ളത് 3ആയിട്ട് മുറിക്കാം കേട്ടോ. പക്ഷെ ഞാൻ 2ആക്കണുള്ളൂ. ഇത് മാത്രം പരത്താം. നമുക്ക് പരത്താട്ടോ. പരത്തുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം പരത്താം. അപ്പോൾ നമ്മൾ നല്ല ചപ്പാത്തിക്ക് പരത്തണ പോലെ കുറച്ച് കട്ടിയിൽ പരത്തിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടിരിക്കണം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ അകം ഒന്ന് കുഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കട്ടിയാക്കി വയ്ക്കുക കേട്ടോ. ആ കൈ കൊണ്ട് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനത്തെ ഒരു ട്രെയിലേക്കൊന്ന് മാറ്റുകയാണേ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. ഇതെന്ന് വെച്ചാലേ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുന്നത് ഓവനാണെങ്കിൽ ഇങ്ങനെ വെക്കണ്ട. ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെക്കാം. നമ്മളിപ്പോൾ പാനിലല്ലേ വെക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെക്കുന്നത് കേട്ടോ. ഓക്കെ, 5 മിനിറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നമുക്കത് കുറച്ച് എണ്ണ ഒഴിച്ച് തടവി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഒഴിക്കാം കേട്ടോ. ബട്ടർ നല്ലതാണ്. ലോ ഫ്ലെയിമിലിടണം. വരുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ കുക്കായി വരുന്നുണ്ട്. കുക്കായി വരുമ്പോൾ നമുക്ക് മറിച്ചിടാം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന് മറിച്ചിടാം.
ഇനി ആ സൈഡ് കൂടി ആവട്ടെ. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് വെച്ച് ഒരു ലിഡ് വെച്ച് അടയ്ക്കാം. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു ഉരുളിയിലേക്ക് മാറ്റാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കനലിടാൻ പോവുക. എന്ന് വെച്ചാൽ അങ്ങനെ ഇടുമ്പോൾ താഴത്തുനിന്നും മുകളിൽ നിന്നും ആ ചൂട് കിട്ടുമ്പോൾ ആ ടോപ്പിങ്സൊക്കെ ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക മെൽറ്റാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ലിഡ് വെച്ച് അടയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അതും ചെയ്യാം. ഇത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂട്ടുന്ന അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമുക്ക് നോക്കാം. ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പിങ്സ് വെച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സൈഡ് അറ്റത്തേക്ക് പോകണ്ട അധികം, അവിടെ തന്നെ വെച്ചാൽ. ഇനി മസാല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ക്യാപ്സിക്കവും 2 തരത്തിലുള്ള ക്യാപ്സിക്കവും സവോളയും കുറച്ച് മഷ്റൂമും ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചിരട്ട കനലാക്കി ഇടാം. നമ്മളിപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ട് കനലിട്ടാൽ ഇതിൽ പാടാം. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കനലിട്ട് കൊടുക്കാം. അപ്പോൾ താഴേന്നും മുകളിൽ നിന്നും ഒരേ തരത്തിൽ ചൂട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. ഒരു ഓവനിൽ വെച്ചൊരു എഫക്റ്റ് കിട്ടും. ഒരു വിധത്തിൽ ഞങ്ങൾ കനൽ കുറച്ച് കിട്ടിയുള്ളൂ, കനലാക്കാൻ പറ്റുള്ളൂ. കുറച്ച് ചിരട്ട ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട്, നമ്മളെ വീടൊക്കെ ആണെങ്കിൽ അടുപ്പിൽ നിന്ന് എടുക്കാം. പക്ഷേ ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടെ ഈ അലാം അടിക്കും പുകയൊക്കെ വന്നാലേ. അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിൽ ബാൽക്കണിയിലൊക്കെ കൊണ്ടുവച്ച് എങ്ങനെയോ ഇത്രയും കനൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ. ഓക്കെ, ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ. ശരി, ദം പിസിയായ അടിപൊളിയായിട്ട് മുകളിൽ നിന്നും താഴ്ത്തുനിന്നൊക്കെ ചൂട് കിട്ടിയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. ആ മസാല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി അടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. യെസ്, നമുക്കിതിൽ ഒറിഗാനോ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കനലിൽ വെച്ചതുകൊണ്ട് കനൽ ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടെങ്കിലും ഞങ്ങൾ ആൾ കൂടുന്ന വിചാരിച്ചത് കനലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ. പക്ഷേ എന്തായാലും കനലിൽ ഇട്ടുകൊണ്ട് ഇപ്പോൾ അഞ്ജലിയുടെ ഹസ്ബൻഡ് റെനീഷ് ചേട്ടൻ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് വന്നു. സാധാരണ ഇപ്പോൾ ഒരു ലിഡ് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇത്രയും നല്ല ഭംഗിയായിട്ടും ഈ പറഞ്ഞ പോലെ നല്ല ഇങ്ങനെ ക്രസ്റ്റായിട്ട് ഇരിക്കില്ലായിരുന്നു. അപ്പോൾ താങ്ക്സ് ടു അഞ്ജലി ആൻഡ് റെനീഷ് ഇത്രയും നല്ല ഒരു പിസയുടെ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല. നമ്മൾ ഡോമിനോസ് എന്നൊക്കെ വാങ്ങുന്ന അതേ പിസയുടെ മണമാണ്, സത്യമായിട്ടും പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ